പ്രിയമുള്ള സുഹൃത്തുക്കളെ, മനുഷ്യരാശിക്ക് സർവനാശം വിതച്ച ഹിരോഷിമയിലെ മനുഷ്യക്കുരുതിയുടെ 80ാം വാർഷികമായിരുന്നു ഇന്നലെ. ലോകമെങ്ങും ഹിരോഷിമ ദിനം ആചരിക്കുകയും ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്തു. ഹിരോഷിമയിൽ നടന്ന ഹിരോഷിമ ദിനാചരണത്തിൽ 120 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. 1945 ആഗസ്റ്റ് 6-നാണ് 2 ലക്ഷം പേരുടെ ജീവൻ അപഹരിച്ച ഹിരോഷിമയിലെ ബോംബാക്രമണവും അതുപോലെ 3 ദിവസം കഴിഞ്ഞ് നാഗസാക്കിയിലെ ബോംബാക്രമണവും നടന്നത്. അമേരിക്കൻ സാമ്രാജ്യത്തിൽ നടത്തിയ ഹീനമായ ഈ മനുഷ്യക്കുരുതി ലോകത്തിൽ സമാധാനമാണ് വേണ്ടത്, യുദ്ധമല്ല എന്ന് മനുഷ്യരെ കൊണ്ട് ഇരുത്തി ചിന്തിപ്പിക്കുകയും സർവനാശം വിതയ്ക്കുന്ന യുദ്ധങ്ങൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ അപകടകരമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് 1945 യുദ്ധത്തിനെതിരെ സമാധാനം പുലരാൻ വേണ്ടി യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത്. നാഗസാക്കിയിലും ഹിരോഷിമയിലുമായിട്ട് ആ ബോംബാക്രമണത്തിന്റെ ഏറ്റവും വിനാശകരമായ അനുഭവങ്ങൾ വികിരണമേറ്റവരിൽ ഇന്നും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 1,92,000-ത്തിലധികം അതിജീവിതരും വികിരണമേറ്റവരുമായ മനുഷ്യർ ജപ്പാനിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വിഷമിക്കുകയാണ്. എന്നാൽ ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യക്കുരുതിയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധങ്ങളാണ്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം, സിറിയയിൽ ഭരണകൂട സൈന്യവും വിമത സൈന്യവും തമ്മിലുള്ള യുദ്ധം, ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യ, അങ്ങനെ യുദ്ധങ്ങൾ തുടരുകയാണ്. അതിനിടയിൽ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ തിട്ടൂരത്തിന് വഴങ്ങി ഇസ്രയേൽ ഗാസയ്ക്ക് പുറമെ ഇറാനിൽ വരെ ബോംബ് വർഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള അശാന്തമായ നടപടികൾ, യുദ്ധസമാനമായ സാഹചര്യങ്ങൾ നീങ്ങിയത് വളരെ ആശ്വാസത്തോടുകൂടിയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഏഷ്യയും ഈ മേഖലയും കണ്ടത്. ഇനിയൊരു യുദ്ധം വേണ്ട എന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ, റെഡ് ക്രോസിന്റെ എല്ലാം മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബാക്രമണത്തിൽ മരണപ്പെട്ട 2 ലക്ഷം സഹജീവികളോട് അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നും ജീവച്ഛവമായി ജീവിതം തള്ളി നീക്കാൻ വിഷമിക്കുന്ന അതിജീവിതരുടെയും വികിരണമേറ്റവരുടെയും 1,92,000 പേരുടെ ദുഃഖങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് ലോകസമാധാനത്തിന് വേണ്ടി ഇനിയൊരു യുദ്ധം മനുഷ്യരാശിയുടെ വിനാശത്തിലാണ് കലാശിക്കുക എന്ന ബോധ്യത്തോടുകൂടി നമുക്ക് മുന്നേറാം.